എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സ്പെഷ്യൽ പഴംപൊരി ഉണ്ടാക്കിയാലോ. അതിങ്ങനെ പഴം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പഴം വാട്ടുന്നത് പോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് വേണമെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്യാം, നീളത്തിലും കട്ട് ചെയ്യാം. ഇനി ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ബേക്കിംഗ് സോഡ എന്നിവ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ലൊരു തിക്ക് ബാറ്റർ റെഡിയാക്കണം. അതിനെ വിസ്ക് കൊണ്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം പഴംപൊരിക്ക് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റും കാണാനും നല്ലൊരു ലുക്ക് ഉണ്ടാവും. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഈ ഒരു ബാറ്ററിലിട്ടിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഓരോന്നും ഞാൻ ചൂടായ എണ്ണയിലിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഇവിടെ ചായയും റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ സ്പെഷ്യൽ പഴംപൊരിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ക്രിസ്പി ആയിട്ടുള്ള എന്നാൽ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്